സാധാരണ മഴ പെയ്താൽ നമ്മൾ ആദ്യം മാറ്റി വെക്കുന്നത് പള്ളിയാണ്. ജോലിസ്ഥലത്ത് അല്പം കൂടി നേരത്തെ പോകും. അനുകൂലമായ കാലാവസ്ഥകൾ ലഭിക്കാതെ വന്നാൽ തലേ ദിവസമേ ജോലിസ്ഥലത്ത് പോയി പാർക്കും. പക്ഷെ ആരാധനാലയത്തിൽ അനുകൂലമല്ലാത്ത സാഹചര്യം വന്നാൽ അതൊഴിവാക്കുന്നതിന് പകരം വളരെ മാതൃകാപരമായി ധാരാളം പേരിന്ന് വന്നതിൽ അനൽപമായ സന്തോഷം ഞാൻ ആമുഖത്തിൽ രേഖപ്പെടുത്തട്ടെ. വേദവായനക്കുറിപ്പുകൾ കാലഘട്ടത്തിനനുസരിച്ച് സഭാ നേതൃത്വം പുതുക്കാറുണ്ട്, ക്രമീകരിക്കാറുണ്ട്. ഇന്ന് വായിക്കേണ്ടുന്ന വേദഭാഗം യഥാർത്ഥത്തിൽ വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെതായിരുന്നു. ഇന്നലെ സന്ധ്യയ്ക്ക് വായിക്കേണ്ടുന്നൊരു വേദഭാഗമാണ് മുൻപ് ക്രമീകരിച്ച വേദവായനക്കുറിപ്പിൽ കിടക്കുന്നത്. അതെന്നെ ശ്രദ്ധയിൽ കൊണ്ടുവരുത്തിയപ്പോൾ വേദപുസ്തകത്തിൽ ഉടനീളം സംഖ്യകൾക്ക് പ്രാധാന്യമുണ്ട്. നമുക്കൊക്കെ അറിയാം. ഞാൻ ആമുഖത്തിൽ തന്നെ ചോദിക്കട്ടെ, ഏതൊക്കെ സംഖ്യകളാണ് വേദപുസ്തകത്തിൽ പ്രധാനമായി പറയുന്നത്? ന്യൂമറോളജി, സംഖ്യാശാസ്ത്രം എന്നൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നു. സംഖ്യാപുസ്തകമുണ്ട്. എന്നാൽ ചില പ്രത്യേക സംഖ്യകളെ, അക്കങ്ങളെ വേദപുസ്തകത്തിൽ പ്രധാനപ്പെട്ടതായി ആവർത്തിച്ച് പഠിക്കാറുണ്ട്. ഇന്ന് വലത്തുഭാഗത്ത് വായിച്ച ശ്ലീഹാ വായനയിൽ ഒരു ഡിജിറ്റ് ഉണ്ടായിരുന്നു. ഏവൻഗേലിയോൻ വായിച്ചപ്പോൾ 2 ഡിജിറ്റുകൾ പ്രത്യേകമായി ആവർത്തിച്ച് പറഞ്ഞു. ഇന്ന് ഇത്രയും പേര് വന്നപ്പം ഉത്തരം കിട്ടുമെന്ന് എൻ്റെ വിചാരം. സംഖ്യ പ്രധാനമായിട്ട് 3 ഒരു സംഖ്യയാണ്, തൃത്വം, ശരിയല്ലേ? 7 ഒരു പ്രധാനപ്പെട്ട സംഖ്യയാണ്. 12 ഒരു സംഖ്യയാണ്. 40 പ്രധാനപ്പെട്ട സംഖ്യയാണ്. 70 പ്രധാനപ്പെട്ടതാണ്. 50 പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ടതെന്ന് വിശേഷിപ്പിക്കുന്ന ചില സംഖ്യകളുണ്ടെങ്കിൽ ഇന്ന് വായിച്ചതിൽ വലതുഭാഗത്ത് വായിച്ചത് 7 ഷമ്മാശന്മാരെ കൂടി സഭ തെരഞ്ഞെടുത്തു ആദിമ ക്രൈസ്തവ സഭയിൽ. എന്നാൽ വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 16 വരെ വായിച്ചപ്പോൾ അതിൽ പറഞ്ഞത്, ഇവയ്ക്ക് ശേഷം യേശു ശിഷ്യന്മാരിൽ വേറെ 70 പേരെ വേർതിരിച്ച് 2 പേരെ വീതം താൻ പോകുവാൻ ഒരുങ്ങിയിരുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും മുൻപോട്ട് അയച്ചു. അപ്പോൾ ആദ്യം ആരെയാ തെരഞ്ഞെടുത്ത്? ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതിന് ശേഷം വേറെ 70 പേരെയും കൂടി തെരഞ്ഞെടുത്തു. ശിഷ്യന്മാർ എത്ര പേരാ? ഇന്നലെ ഒരാളിനോട് ചോദിച്ചു വെച്ചാൽ 12 ആണോ 18 ആണോ? വെറുതെ അങ്ങ് ചോദിച്ചു പോയതാ. നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. വേഗതയിൽ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് പറഞ്ഞു എന്ന് മാത്രം. വെച്ചാൽ 12 ആണോ 18 ആണോ? കാരണം ഇപ്പോൾ ഒരു നോമ്പിലൂടെ കടന്നു പോവുകയാണ്. നമ്മളിപ്പോൾ ഈ നോമ്പിനെ എങ്ങനെയാണ് വിളിക്കുന്നത്? 12 നോമ്പെന്നാണോ വിളിക്കുന്നത്? 18 നോമ്പെന്നാണോ? 13 നോമ്പ്. അതെങ്ങനെ 13 വന്നേ? ഒരാൾ ആരോ ഇതിൻ്റെ ഇടയ്ക്ക് കയറി, അല്ലേ? അതാരാ കയറി? വിജാതീയരുടെ അപ്പോസ്തലനെന്ന് വിശേഷിപ്പിക്കുന്ന പൗലോസ്ലീഹായും കൂടി ചേർത്താണ് ജൂൺ മാസം 16 മുതൽ ജൂൺ മാസം 29 വരെ നോമ്പ് നോക്കുകയാണ്. ഞാൻ ഇന്നലെ നമ്മുടെ ദേവാലയത്തിലെ ഒരു വിവാഹ കൂദാശയിൽ, നമ്മുടെ ഇവിടെ വെച്ചെല്ലാം നടന്ന മർത്തോമാ സഭയിലേക്ക് ഒരു പെൺകുട്ടി അയച്ചു. വിവാഹ കൂദാശയിൽ ഞാനും മാമനച്ഛനും ചെറിയാനച്ഛനും ജോൺസൺ അച്ഛനും ഒക്കെ സംബന്ധിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഒരാൾ നമ്മുടെ ദേവാലയത്തിൽ ഇന്നലെ മാറ്റപ്പെട്ടു, ഭൂമിയിൽ നിന്ന്. അവിടെയും ചെന്നു, പോകാൻ പറ്റുന്നിടത്തൊക്കെ പോയിട്ട് ഒടുവിൽ ഞാൻ ഈ റിസപ്ഷനിൽ ചെന്നു. ധാരാളം പേര് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ, പതിവില്ലാത്ത ഒരുപാട് പേര് വന്ന് സംസാരിച്ചു. ഞാൻ സംസാരിച്ചവരൊക്കെ ഇതിനകത്തിരിപ്പുണ്ട്, അവരൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പെട്ടെന്ന് ഓർത്തത് എന്താണെന്നറിയോ? ഇന്നലത്തെ അവിടുത്തെ ഭക്ഷണം വളരെ വിശാലമായി കഴിക്കാനുള്ള വിഭവസമൃദ്ധമായ നോൺ വെജും വെജും കൂടെ ചേർന്ന ഭക്ഷണമാണ്. ഞാൻ പെട്ടെന്ന് ഓർത്തത് എന്നെ പരിശോധിക്കാൻ വന്നതാണോ? അതുകൊണ്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. കിട്ടിയതൊക്കെ എന്തൊക്കെയോ കഴിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് പോയി. ഭയം പെട്ടെന്ന് വന്നു. കാര്യം എന്നെ പരിശോധിക്കാൻ വന്നതാണോ എന്നൊരു ചോദ്യം, ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ പല ആവർത്തി വന്നു. ഞാൻ നിങ്ങളെ പരിശോധിക്കാൻ വന്നതുമില്ല, ഒരു ടേബിളിലേക്ക് ഞാൻ എഴുന്നേറ്റ് പോയതുമില്ല. പിന്നെ ചില കോർണറിലൊക്കെ ഈ പ്രത്യേകിച്ച് വെള്ളമൊക്കെ കൊടുക്കുന്ന സന്ദർഭങ്ങളുണ്ട്, അവിടോട്ടൊന്നും ഞാൻ നോക്കാനും പോയില്ല. ആ കഥയൊന്നുമല്ല ഇപ്പോൾ എനിക്ക് പറയാൻ മനസ്സിൽ വരുന്നത്.
എന്നാൽ 7 അല്ലെങ്കിൽ 70 12 ഇതെങ്ങനെ ഉണ്ടായി? അതിനെക്കുറിച്ച് മാത്രം ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബിന് എത്ര മക്കളായിരുന്നു? 12 മക്കൾ. അവരെല്ലാവരും കൂടെ കൂടിച്ചേർന്നാൽ ആ കുടുംബത്തിലെ അംഗസംഖ്യ 70. അതിൽ നിന്നാണ് ഇസ്രായേൽ എന്ന് പറയുന്നൊരു രാജ്യം പിൽക്കാലത്ത് ഉണ്ടാകാൻ കാരണം. തുടക്കം എങ്ങനെയായിരുന്നു? 12 മക്കളും അവരുടെ കുടുംബാംഗങ്ങളൂടെ ചേർന്നപ്പോൾ എത്ര പേരായി? 70. അതൊരു പൂർണ്ണതയുടെ സംഖ്യയിലേക്ക് അതിനെ കൊണ്ടുവന്നു. അത് ദൈവജനത്തിന്റെ, പീപ്പിൾ ഓഫ് ഗോഡ് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ തുടക്കം കുറിക്കുവാൻ അത് മുഖാന്തരമായി. 2, എലീം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മോശ കടന്നു ചെന്നപ്പോൾ ആ താഴ്വരയിൽ 12 അരുവികളും 70 ഒലിവ് വൃക്ഷങ്ങളും ഈന്തപ്പനകളും ഉണ്ടായിരുന്നതായി വേദപുസ്തകം പരിചയപ്പെടുത്തുകയാണ്. ഇതെല്ലാം ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിലും പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലും വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 12 അരുവികളും 70 ഈന്തപ്പനകളും അവർക്ക് തൃപ്തി വരുത്തുവാൻ തക്കവണ്ണം ദൈവം അവിടെ കരുതിയിരുന്നു. വീണ്ടും മോശയുടെ കാലഘട്ടത്തിൽ 70 പേരെ മോശ തെരഞ്ഞെടുത്ത് തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചു. അതിൽ നിന്നാണ് പിൽക്കാലത്ത് യഹൂദ പാരമ്പര്യത്തിൽ സന്നദ്ധരീം സംഘം കൂടുമ്പോൾ 70 എന്നൊരു സംഖ്യയും 70 പേരുണ്ടാകണമെന്നുള്ളൊരു ചിന്തയും അവരെ ഭരിക്കുവാനായിട്ടുള്ള കാരണം. ഇനി വെള്ളപ്പൊക്കം ആരുടെ കാലത്താണ് ഉണ്ടായി? നമുക്ക് 2018 വെള്ളപ്പൊക്കമൊക്കെ ഓർമ്മ കാണും, 2017 ഇവിടുത്തെ വെള്ളപ്പൊക്കം ഓർമ്മ കാണും. പക്ഷെ വേദപുസ്തകത്തിൽ സകല ജഡത്തെയും നശിപ്പിക്കുവാനും ഒരു പ്രത്യേക അംശത്തെ മാറ്റിവെക്കുവാനും തക്കവണ്ണം ദൈവം ഒരു വെള്ളപ്പൊക്കം ഉണ്ടാക്കി നോഹയുടെ കാലഘട്ടത്തിൽ. അതിനുശേഷം പിന്നീട് 70ന്റെ ഒരു കണക്ക് വീണ്ടും വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. മോശയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫേത്ത്, ഈ 3 പേരിലൂടെ ഉണ്ടായ അംഗസംഖ്യ 70. 14 പേർ യാഫേത്തിൽ നിന്നും, 30 കുടുംബങ്ങൾ ഹാമിൽ നിന്നും, 26 കുടുംബങ്ങൾ ഷേമിൽ നിന്നും കൂട്ടിയപ്പോൾ 14 + 30 + 26 എത്ര കിട്ടും? കണക്കിന് നിങ്ങളെല്ലാം നന്നായിട്ട് മിടുക്കരല്ലേ, ഉറക്കപ്പെട. 70. അങ്ങനെ 70ന്റെ സംഖ്യയ്ക്ക് വീണ്ടും പ്രസക്തി ഉണ്ടായി. ഇനി 12ലേക്ക് വീണ്ടും പ്രവേശിച്ചാൽ 12 യാക്കോബിന്റെ മക്കളുടെ എണ്ണം. അതിനോടൊപ്പം തന്നെ എക്സോഡസ് 28ന്റെ 21 12 കല്ലുകളെ പ്രത്യേകമായി മാറ്റിവെച്ചൊരു ശുശ്രൂഷ പഴയ നിയമം പഠിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരാധനയ്ക്കായി ഒത്തുകൂടുന്ന ദേവാലയത്തിൽ അനുഗ്രഹീതമായൊരു കൂദാശ നടക്കും. ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ട് നമ്മുടെ സഭയിൽ നടക്കുന്ന കൂദാശകളിൽ പെട്ടതാണ് മൂറോൻ കൂദാശയും ദേവാലയ കൂദാശയും. അതിനുശേഷമാണ് പട്ടംകൊട ശുശ്രൂഷ. അതിൽ ചെറുതാണ് ബാക്കിയെല്ലാം. ഈ ദേവാലയ കൂദാശയിൽ നമ്മൾ സംബന്ധിച്ചു കാണും. ഇതിൻ്റെ കൂദാശയിൽ നിങ്ങൾ സംബന്ധിച്ചവരാണ്, നമ്മുടെ പള്ളിയുടെ കൂദാശയിൽ സംബന്ധിച്ചവരാണ്, അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ദേവാലയങ്ങളിലൊക്കെ സംബന്ധിച്ച് കാണും. സന്ധ്യയ്ക്ക് സന്ധ്യാപ്രാർത്ഥനയോടൊപ്പം അതിൻ്റെ 1ാം ശുശ്രൂഷ പൂർത്തീകരിക്കുമ്പോൾ ഒരു ചെപ്പിനകത്ത് 12 കല്ലുകളും അതിനോടൊപ്പം കുന്തിരിക്കവും മൂറോനും ഒഴിച്ച് ഒരു പേടകം ഈ ദേവാലയത്തിൻ്റെ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതെവിടാ? കട്ടളപ്പടിയുടെ അടിയിലാണോ, അതോ ആദ്യം കല്ലിട്ടപ്പോഴാണോ, അതോ അതിനുശേഷം റിബൺ മുറിച്ചപ്പോഴാണോ? അതൊക്കെയാ പ്രധാന ചടങ്ങ് അല്ല. ഇതിനൊക്കെ അപ്പുറമായി അടിസ്ഥാനമായൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ബലിപീഠത്തിന്റെ ഉള്ളിൽ ആ പേടകം ഇരിപ്പുണ്ട്, ആ ചെപ്പിരിപ്പുണ്ട്. അതിൻ്റെ മുകളിലാണ് ബാക്കിയെല്ലാം നമ്മൾ പണിഞ്ഞു വെക്കുന്നത്. ഇവിടെ എത്ര ഐക്കൺ വെച്ചാലും, എത്ര ഷാൻലിയർ വെച്ചാലും, ഏതൊക്കെ നിറമടിച്ചാലും പ്രധാനപ്പെട്ടത് ഏത് തന്നെയാ? ഈ 12 അപ്പോസ്തലന്മാരെ ഓർക്കുന്ന, പഴയ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന 12 കല്ലുകളുടെ ഒരു അടിസ്ഥാന കല്ലിലാണ് ഈ ബലിപീഠം സ്ഥിതി ചെയ്യുന്നത്. അത് ബേത്ലഹേമാണ്. കർത്താവ് ജനിച്ച സ്ഥലം, കർത്താവ് മരിച്ച സ്ഥലം, കർത്താവിനെ അടക്കിയ സ്ഥലം, നമ്മളുടെ അപേക്ഷകളൊക്കെ സമർപ്പിക്കുന്ന സ്ഥലം, നമുക്ക് ആവശ്യമായ പാപപരിഹാരങ്ങൾ ലഭിക്കുന്ന സ്ഥലം. അത്ര പ്രധാനപ്പെട്ടതാണ് ഈ ബലിപീഠം. അതുകൊണ്ടാണ് നമ്മൾ ആരാധന നടന്നാലും ആരാധന നടന്നില്ലെങ്കിലും ദേവാലയത്തിൻ്റെ ഉള്ളിൽ സംസാരിക്കരുതെന്ന്
പിതാക്കന്മാർ പഠിപ്പിച്ചത്. നമ്മളിന്ന് വിവാഹ കുദാശയിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ പറയും ഇതെല്ലാം അമേരിക്കൻ കസ്റ്റമാണ്, അച്ഛനും ഇപ്പോൾ അമേരിക്കയിലല്ലേ, പിന്നെന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയല്ല. നമ്മൾ അറിയാതെ ചില ഒച്ചപ്പാടുകളും ഉച്ചത്തിലുള്ള ചില കൂവലുകളൊക്കെ നടത്തും. ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞ് വധൂവരന്മാർ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അപ്പം നമ്മൾ മറന്നു പോകുന്നത് ഏത് സ്ഥലമാണെന്നറിയാവോ? ഇതിവിടെ ഒരു ബലിപീഠം ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയാതെ മറന്നു പോകുന്നത് കൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള വിപ്ലവകരമായ ആവശ്യങ്ങൾ ആധുനിക തലത്തിലേക്ക് നമ്മൾ കടത്തിക്കൊണ്ടുവരുന്നത്. വീണ്ടും 12 അപ്പം ചുട്ട ഒരു കാര്യം ലേവ്യ പുസ്തകം 24:5 അത് ആധ്യാത്മിക അംശങ്ങളുടെ ഉറവിക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യമായി ലേവ്യ പുസ്തകം രേഖപ്പെടുത്തുകയാണ്. വീണ്ടും ഇടയ്ക്കൊക്കെ ഒത്തിരി എണ്ണം പറയാനുണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകം വായിച്ചാൽ 12 വാതിലുകളും 12 അടിസ്ഥാന കല്ലുകളും 12 മാലാഖമാരും ഒക്കെ ഉള്ള ദൈവത്തിന്റെ ഒരു സിംഹാസനത്തെക്കുറിച്ച് വളരെ ഭംഗിയായി പ്രതിപാദിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഈ 12 പിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഇറ്റ് സിംബലൈസസ് ഡിവൈൻ അതോറിറ്റി, കംപ്ലീറ്റ്നെസ്, പെർഫെക്റ്റ് ഗവൺമെന്റൽ ഓർഡർ. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ 12 എന്നുള്ളൊരു സംഖ്യയെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ഇനി രണ്ടാം ഭാഗത്തിലേക്ക് ഞാൻ വരുമ്പോൾ ഈ ദൗത്യം സ്വീകരിച്ച വ്യക്തികൾ എന്നുള്ള നിലയിൽ നമ്മളത് ബോധ്യപ്പെടാനും ബോധ്യപ്പെടുത്താനും വേണ്ടി നമ്മളെ വിശുദ്ധ മാമോദീസ സ്വീകരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതിൻ്റെ അംശം ഉള്ളവരാ? ഈ അപ്പോസ്തോലിക പാരമ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ 70-ൻ്റെയും 12-ൻ്റെയും 7-ൻ്റെയും ഒക്കെ കണക്ക് കൃത്യമായി ജീവിതത്തിൽ കൂട്ടിച്ചേർക്കേണ്ടുന്ന മനുഷ്യരാണെങ്കിൽ അത് ബോധ്യപ്പെടാൻ നമുക്ക് ചില 2-3 കൊച്ചു വാക്കുകൾ കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. ക്രൈസ്തവ മേഖലയിൽ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരാ. ഉദാഹരണത്തിന് ഒരു ഇന്റർവ്യൂവിന് പോകാൻ ഇറങ്ങി പല പ്രാവശ്യം പ്രാർത്ഥിച്ചു, കിട്ടുന്നില്ല. നമ്മൾ ആരെയായിരിക്കും ആദ്യം പഴിക്കുന്നത്? ഇന്റർവ്യൂ ബോർഡിനെയാണോ? നമ്മൾ പഠിച്ച സ്കൂളിനെയാണോ? നമ്മൾ ആദ്യം പഴിക്കാൻ പോകുന്നത് നമ്മളെ തന്നെയാണ്. പഴിച്ചിട്ട് എന്തു പറയും? എനിക്ക് യാതൊരു നന്മയും ഇല്ലാത്തവനാണ്, ഞാനൊരു മണ്ടനാണ്, ഞാൻ എന്ത് അപ്ലൈ ചെയ്താലും എനിക്ക് കിട്ടത്തില്ല. നമ്മളെ തന്നെ ആദ്യം കുറ്റപ്പെടുത്തും. അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തും, അധ്യാപകരെ കുറ്റപ്പെടുത്തും, അവസരങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തും. നമുക്ക് ഈ കാര്യങ്ങളിൽ ആദ്യം നേടേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം നമുക്കൊരു ഇച്ഛാശക്തി ഉണ്ടാകണം. ഉദാഹരണം, 12 ശിഷ്യന്മാരെ കർത്താവ് തെരഞ്ഞെടുത്തു. പക്ഷെ ക്രൂശിന്റെ ചുവട്ടിൽ എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? അവരുടെ ഇച്ഛാശക്തി എവിടെ പോയി? പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ കൂടിയത് പുരുഷന്മാരായിരുന്നു, സ്ത്രീകളായിരുന്നു. അപ്പം ഞാൻ പറയും, ഇച്ഛാശക്തി കൂടുതൽ ആർക്കാ ഉള്ളേ? ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചതാ, അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാൻ പുരുഷനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ മിക്കവാറും പുരുഷന്മാർ മരിച്ചു പോയേനെന്ന് ഒരു സാഹിത്യകാരൻ എഴുതിയതാ. കാരണം ഈ ധൈര്യം ആർക്കേ ദൈവം കൊടുത്തിട്ടുള്ളൂ. ഉണ്ടോ? സന്തോഷമായി. തല കുനിഞ്ഞിരുന്നവർ പോലും എഴുന്നേറ്റു. ഇതുവരെ കുനിഞ്ഞിരുന്നതാ. പുരുഷന്മാർ കുറച്ചുപേരെ എന്നെ നോക്കിക്കൊണ്ടിരുന്നതാ. അവർ താഴോട്ടും പോയി. 2 പേരോടും എനിക്ക് ഒരുപോലെ അനുകൂലമായ സ്നേഹമേ ഉള്ളൂ. ഒരു വായിച്ച കാര്യം, വിജ്ഞാനം ഞാൻ പങ്കുവെച്ചെന്നുള്ളതേ ഉള്ളൂ. ഈ ഇച്ഛാശക്തിയാണ് ദൈവമാതാവ് തൻ്റെ മകൻ ക്രൂശിക്കപ്പെട്ടപ്പോഴും തൻ്റെ മടിയിൽ എടുത്തു വെച്ച് അനുഗ്രഹീതമായ ദൈവത്തോട് നന്ദി പറയുകയാണ്. 33.5 വയസ്സ് മാത്രമേ കർത്താവ് ഈ ലോകത്ത് ജീവിച്ചുള്ളൂ. ചെയ്തതെല്ലാം ഒറ്റ വാക്കിലോ ഒറ്റ കാര്യത്തിലോ പൂർത്തീകരിക്കാൻ കർത്താവിന് സാധിച്ചില്ല എങ്കിലും ഈ 33.5 വയസ്സുകൊണ്ട് കുരിശിൽ കിടക്കുമ്പം കർത്താവ് എന്തോ പറഞ്ഞേ? കുറച്ചുകൂടെ തന്നിരുന്നെങ്കിൽ ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നല്ല, സകലതും നിവൃത്തിയായി. ഇതാണ് ഇച്ഛാശക്തിയുടെ മറ്റൊരു മുഖം. നമ്മൾ ഇന്ന് വരെയും പറയാൻ ഇഷ്ടപ്പെടാത്തതും ആഗ്രഹിക്കാത്തതും ഒരു കാര്യമാണ് സംതൃപ്തി. ആ സംതൃപ്തിയിലേക്കും ഇച്ഛാശക്തിയിലേക്കും നമ്മൾ വളരാമെങ്കിൽ ഈ 12-നോടും 70-നോടും ചേർത്ത് വെക്കുവാൻ നമ്മുടെ ജീവിതവും വളരെ വിലപ്പെട്ടതായിട്ട് മാറും. 2, തിങ്ക് അബൌട്ട് വാട്ട് വി ഹാവ് ഇൻ അവർ ഹാൻഡ്. നമ്മളിലുള്ളതിനെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ ബോധവാന്മാരാകണം. പലപ്പോഴും നമ്മൾ നോക്കുന്നത് എങ്ങോട്ടാ? നമ്മുടെ പ്രധാനപ്പെട്ട നിരാശയുടെ കാരണം എന്താണെന്നറിയോ? സാധാരണയൊക്കെ നാട്ടിലെ ഭാഷയിൽ പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഇവിടെയെങ്കിലും കറണ്ട് പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന പതിവൊന്നുമില്ല. കാരണം ജനലി മിക്കവാറും അടച്ചേക്കുക. നാട്ടിലാണെങ്കിൽ
കറണ്ട് പോയാൽ എന്താ ആദ്യം ചെയ്യുന്നേ? എൻ്റെ വീട്ടിൽ കറണ്ട് പോയാൽ ഞാനൊരു കുന്നിൻ്റെ മുകളിലാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ താഴോട്ടുള്ള വീടുകളൊക്കെ കാണാം. ആദ്യം നോക്കുന്നത് ആ വീട്ടിലെല്ലാം കറണ്ട് ഉണ്ടോ എന്നാ. അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണോ ദുഃഖമാണോ? എനിക്ക് സങ്കടമാണ്. അവിടെയും കൂടെ പോയാലോ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഡബിൾ ഹാപ്പി ആയിട്ട് മാറുക. ഇതിന് പകരം നമ്മളിൽ എന്തുണ്ടോ അതിനെ ഉദ്ദീപിപ്പിക്കുവാൻ, പ്രോജ്വലിപ്പിക്കുവാനുള്ളൊരു ശ്രമം നോക്കുക. അത് പ്രത്യേകിച്ച് കുടുംബ ബന്ധത്തിൽ പോലും പരസ്പരമുള്ള നന്മകളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ പറയുന്നത്, നീ വന്നു കയറിയപ്പോൾ മുതലേ ഞാൻ ശ്രദ്ധിച്ചതാ ഇവിടെ ഉള്ളതും കൂടെ ഇല്ലാതെ ആയിപ്പോയി. അങ്ങനെയല്ല പറയുന്നത്. ഒന്നും കിട്ടിയില്ലെങ്കിലും പറയണം, നീ വന്നതിൽ പിന്നെയാണ് ഞാൻ ശാന്തമായിട്ടൊന്ന് ഉറങ്ങിയത്, ഞാൻ നല്ലതായിട്ടൊന്ന് ചിരിച്ചത്, നല്ലതായിട്ടൊരു ഭക്ഷണം കഴിച്ചത്. എത്രമാത്രം ഊർജ്ജമാണെന്നറിയാം. അതിന് പകരം കുറ്റപ്പെടുത്തിയാലോ? മക്കളെ ചേർത്തി നിർത്തി പറയണം, നിങ്ങൾ ജനിച്ച അന്ന് മുതലാണ് ഞങ്ങൾ രണ്ടും സന്തോഷം അനുഭവിക്കാൻ തുടങ്ങിയത്. ഇത് പറയാനുള്ളൊരു ഊർജം നമുക്കുണ്ടാക്കിയെടുക്കണം. 3, ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ഹാവ് ഫെയ്ത്ത് ഇൻ അവർസെൽസ്. ദൈവത്തിലും വിശ്വാസം ഉണ്ടാകണം, നമ്മിലും വിശ്വാസം ഉണ്ടാകണം. ഇത് തിരിച്ചറിയാൻ കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 13-ാം അധ്യായം 13-ാം വാക്യം. സെന്റ് തോമസിലെ എല്ലാവരും വേദപുസ്തകം നന്നായിട്ട് പഠിച്ചവരാ. ആ വാക്യത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? 3 വാക്കുകളെ പറഞ്ഞിട്ടുള്ളൂ. 1 Corinthians chapter 13 verse 13. 3 കാര്യങ്ങളുണ്ട്, അതിലൊന്നാണ് വലുത്. ഇത്രയും പറഞ്ഞത് അവസാനിപ്പിക്കുക. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. എന്നാൽ ഇവയിൽ വലുത്. പക്ഷെ ഇത് 3 നമുക്ക് ആവശ്യമാണ്. വിശ്വാസം ഉണ്ടാകണം. ദൈവത്തിലും നമ്മളിലും വിശ്വാസം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരിലും നമുക്ക് വിശ്വാസം ഉണ്ടാകും. പ്രത്യാശ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ല ദിവസം ദൈവം ഒരുക്കി തരും. ഈ പ്രത്യാശയിലേക്ക് നമ്മൾ എന്നും വളരണം. സ്നേഹമെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സുഗന്ധത്തിന്റെ പേരാണ് സ്നേഹം. ദൈവവുമായിട്ട് കൂട്ടിച്ചേരുമ്പോൾ നമ്മളിൽ നിന്ന് ഉയരുന്ന സുഗന്ധത്തിന്റെ പേരാണ്, എന്നുറക്കെ പറ. അടുത്തോട്ടിരിക്കുന്ന ആളിനെ നോക്കിക്കുക, അവർക്ക് സുഗന്ധം സ്നേഹമായിട്ടുണ്ടോന്ന്? ഇല്ല അച്ഛാ, ഒരു സ്നേഹവും ഇല്ല. അത് അത്രയും പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇന്ന് ഈ മഴയും പിടിച്ച് പള്ളി വരെ വന്നുകൊണ്ട് വലിയ പ്രയോജനമുണ്ടോ? ഒന്നുകൂടെ നോക്കിക്കേ, അടുത്തിരിക്കുന്ന ആൾക്കൊരു സ്നേഹത്തിൻ്റെ മണമില്ലേ? നോക്കത്ത് പോലും ഇല്ല. ഒന്ന് നോക്ക്. ഇപ്പം ചെയ്തില്ലെങ്കിലും ഓഡിറ്റോറിയത്തിൽ ചെല്ലുമ്പോഴെങ്കിലും ഇതുവരെ നിങ്ങൾ മിണ്ടാത്ത ഒരാളോട് നിങ്ങൾ പോയി മിണ്ടണം. നമ്മൾ എന്നും മിണ്ടുന്നത് ആരോടാ? എന്നും മിണ്ടുന്നവരോടാ. അപ്പം അതിന് പകരം ഒരിക്കൽ പോലും മിണ്ടാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ചെന്ന് പരിചയപ്പെടണം. പുതുതായിട്ട് ആരെങ്കിലും ദേവാലയത്തിൽ വന്നെങ്കിൽ അവരോട് ചെന്ന് മിണ്ടണം. പരസ്പരം അംഗീകരിക്കുക, പരസ്പരം പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെ 70-ന്റെയും 12-ന്റെയും പട്ടിക പഠിക്കുന്നതോടൊപ്പം നമ്മിലും ആ ഒരു ആധ്യാത്മിക ഗുണം വരുത്തുവാൻ ദൈവത്തിന്റെ ചൈതന്യം നമ്മളിൽ നിറയട്ടെ. ഈ സ്ലീഹാ നോമ്പിലൂടെ അതൊരു പുണ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി ബലപ്പെടുത്തുമാറാകട്ടെ.